ഹായ് ഹലോ എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ സന്ധിവേദന അകറ്റാനായിട്ട് അല്ലെങ്കിൽ സന്ധി വീക്കം തടയാനായിട്ട് ഒക്കെ സഹായിക്കുന്ന ഒരു ഹോം റെമഡിയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അതേപോലെ തന്നെ വായ്പുണ്ണ്, വയറ്റിലുണ്ടാകുന്ന പുണ്ണ്, ഇത്തരം കാര്യങ്ങളൊക്കെ അകറ്റാനായിട്ടും സഹായിക്കുന്ന ടിപ്പ് കൂടി നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക. അപ്പോൾ പ്രായമാകുന്നതിൻ്റെ ഭാഗമായിട്ട് പലരും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് സന്ധിവാതം, ശരീരത്തിൻ്റെ സന്ധികളിലുണ്ടാകുന്ന വേദന, നീർക്കെട്ട്, ഇത്തരം പ്രശ്നങ്ങൾ മൂലം ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അവർ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്ന ആഹാരത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അധികം എരിവ്, പുളി, ഇത്തരം ഫുഡ് നമ്മൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ കാൽസ്യത്തിൻ്റെ കുറവോ വൈറ്റമിൻ ഡിയുടെ കുറവോ ഒക്കെ ഉണ്ടോ എന്നുള്ളത് ഒന്ന് പരിശോധിക്കുന്നത് കൂടി ഇത്തരക്കാർ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യമാണ്. അത്തരം കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ അമിതമായിട്ടുള്ള സ്ട്രെസ്സ് നമ്മുടെ ഈ ഒരു പ്രശ്നത്തെ കൂട്ടുകയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് സ്ട്രെസ്സ് ഒഴിവാക്കുക. വഴുതന വർഗ്ഗത്തിൽപ്പെട്ട ഒരു ചെറു സസ്യമാണ് മണിത്തക്കാളി. ഇതിൻ്റെ കായ്കൾ പച്ച നിറത്തിലുള്ള കായ്കളായിരിക്കും ആദ്യം, പിന്നെ അത് മൂത്ത് കറക്റ്റ് പാകത്തിനാകുമ്പോൾ ഒരു നീല കളർന്ന കറുപ്പ് നിറത്തോടെ ആ ഒരു രീതിയിലുള്ള നിറത്തിലായിരിക്കും വരിക കേട്ടോ. ഒട്ടേറെ ഔഷധ ഗുണങ്ങൾ ഈ ഒരു ചെടിക്കുണ്ട്. ഇതിന് സമൂലം ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇതിൻ്റെ തണ്ടും ഇലയും പൂവും കായും എല്ലാം നമുക്ക് ഉപയോഗിക്കാം. ആസ്മ പോലുള്ള പ്രശ്നങ്ങൾക്ക് ഇതിൻ്റെ ഇലയും കായും ഒക്കെ കഷായം വെച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ മണിത്തക്കാളി കഴിക്കുന്നത് രോഗപ്രതിരോധ ശേഷി കൂട്ടാനും വാർദ്ധക്യത്തെ അകറ്റാനും ഒക്കെ സഹായിക്കും. ഇതിൻ്റെ പഴുത്ത കായ്കൾ കഴിക്കുന്നത് അത്രയ്ക്ക് ഗുണമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ ഇല അരച്ച് അതിൻ്റെ നീരെടുത്തിട്ട് എവിടെയാണോ വേദനയുള്ളത് ആ ഒരു ഭാഗത്ത് നമുക്ക് പുരട്ടി കൊടുക്കാവുന്നതാണ്. ഒരു ദിവസം തന്നെ 2-3 പ്രാവശ്യം നമുക്കിത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ മണിത്തക്കാളി ഇല്ലാത്ത ആൾക്കാർക്ക് നമുക്ക് ഈ ഒരു സന്ധി വീക്കം അല്ലെങ്കിൽ സന്ധിവേദനയൊക്കെ വരുമ്പോൾ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം, നമ്മുടെയൊക്കെ വീട്ടിൽ ഉണ്ടാകുന്നൊരു കാര്യം തന്നെയാണ് ആവണക്കെണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണ. അപ്പോൾ ഇതിലേതെങ്കിലും ഒരല്പം എടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. അതിനുശേഷം നമ്മുടെ കയ്യിലാണോ കാലിലാണോ എവിടെയാണോ വേദനയുള്ളത് ആ ഒരു ഭാഗത്ത് നമുക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതും വേദന അകറ്റാനും നീരും ബുദ്ധിമുട്ടുകളും ഒക്കെ കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നൊരു കാര്യമാണ്. മണിത്തക്കാളിയുടെ മറ്റു ഗുണങ്ങളെന്ന് പറയുന്നത് വായിലെ മുറിവ്, വായിൽ പൊട്ടുന്ന അവസ്ഥ, അതേപോലെ തന്നെ വയറ്റിലുണ്ടാകുന്ന അൾസർ, അതിനൊക്കെ ഇതിൻ്റെ കായ്കൾ നമ്മൾ കഴിക്കുന്നത് നല്ലതാണ്. നമ്മുടെ വീട്ടിൽ ഒരു ചെടി വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കായ്കൾ ഉണ്ടാകുമ്പോൾ വെറുതെ നമ്മൾ പറിച്ചൊന്ന് കഴുകിയിട്ട് കഴിക്കാം. അപ്പോൾ അങ്ങനെ കഴിക്കുകയാണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുന്നതാണ്. എനിക്ക് ഒരു സമയത്ത് വായിൽ പൊട്ടുന്ന പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് വരാറേ ഇല്ല. നമ്മുടെ വീട്ടിൽ മണിത്തക്കാളി വെച്ച് പിടിപ്പിച്ചാൽ പിന്നെ ആ പ്രശ്നം നമുക്ക് പൂർണ്ണമായിട്ട് തന്നെ മാറിക്കിട്ടി. അല്ലെങ്കിൽ വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഈ ചെടി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വെച്ചതല്ല കേട്ടോ, ഇതിൻ്റെ വിത്ത് വന്ന് വീണ് തനിയെ കിളുത്തതാണ്. ഇത് ടൈലിലാണ് കിളുത്തിരിക്കുന്നത്. എന്നാലും ഫിഷ് ടാങ്കിലെ വെള്ളം കൊണ്ട് നമ്മൾ നനയ്ക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് നന്നായിട്ട് വളർന്ന് നിറയെ കായകളൊക്കെ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ രക്തദൂഷ്യം മാറാനായിട്ടും മണിത്തക്കാളി കഴിക്കുന്നത് നല്ലതാണ്. ചർമ്മരോഗങ്ങളൊക്കെ ഉള്ളവർക്ക്, അതേപോലെ തന്നെ മുഖത്ത് പാടുകളൊക്കെ മാറാനായിട്ടും ഇതിൻ്റെ പഴുത്ത കായ്കൾ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്നുകൂടി സെലക്ട് ചെയ്ത് വയ്ക്കുക. ഫേസ്ബുക്കിൽ കാണുന്നവരൊക്കെ ഒന്ന് പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.